ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുവാണേ. ആദ്യമായിട്ടാണ് ഞാൻ ഡെയിലി വ്ളോഗ് ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിനു മുമ്പ് ഞാൻ കുറച്ച് ഇൻട്രോ ഒക്കെ എടുത്തായിരുന്നേ, വീഡിയോ സേവ് ചെയ്തില്ല, അങ്ങനെ അതങ്ങ് പോയി. അപ്പോൾ ഇപ്പോൾ രണ്ടാമത് എടുക്കുവാണേ. പിന്നെന്താണ്, അപ്പോൾ നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങളൊന്നും കമൻറ്റ് ചെയ്യത്തേ ഇല്ല. എൻ്റെ ഫാമിലിയിലാണ് 1K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നിങ്ങളുടെ സജഷനും കാര്യങ്ങളും. വീഡിയോയ്ക്കൊന്നും ഒരു വ്യൂസ് ഇല്ലെന്നേ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സജഷൻസ് പറയണം, എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ആക്കാമെന്ന് പറയണം. ഒന്നുമില്ലാതെ ഞാൻ എന്തോ ചെയ്യും. അയ്യോ, എൻ്റെ കൊടയുടെ സാധനം പോയല്ലോ. പോട്ടെ. പിന്നെന്നാ വിശേഷങ്ങളൊക്കെ? ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ. ചന്നം പിന്നെ അങ്ങ് മഴ പെയ്തുകൊണ്ടേ ഇരിക്കുക. രാവിലെ അല്ല, 2-3 ദിവസമായിട്ട് മഴ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് ജോയിൻ ചെയ്യുവാണ് കേട്ടോ ജോലിക്ക്. ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല. സർപ്രൈസായിട്ട് ഞാൻ ചെല്ലാമെന്ന് വിചാരിച്ചു. ഞാൻ ഓണർ ചേച്ചിയോട് മാത്രമേ പറഞ്ഞുള്ളൂ ഞാൻ വരുമെന്നുള്ളതേ. അപ്പോൾ അവരൊക്കെ സർപ്രൈസ് ആകുമോ, ഇനി മൈൻഡ് ചെയ്യാതിരിക്കുമോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ്. കണ്ടോ കൊള്ളാവോ ഇല്ല, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ വന്ന വഴിക്കൊക്കെ കുറച്ച് ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ട്. പൂർണ്ണമായിട്ട് അങ്ങോട്ട് എടുക്കാം. വീട്ടിൽ നിന്ന് എടുക്കാനൊക്കെ വീട്ടിൽ അമ്മയ്ക്കൊന്നും അത്ര താല്പര്യമില്ല വീഡിയോ എടുക്കാനും കൊണ്ട്. അപ്പോൾ വീട്ടിൽ ഇരുന്ന് എടുക്കലൊക്കെ ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് എന്തും ആകാമല്ലോ. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാതിരിക്കും കേട്ടോ. അതുപോട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണേ. ഇന്നത്തെ വീഡിയോ ഇന്ന് ഞാൻ വൈകുന്നേരം 6 മണിക്ക് അപ്ലോഡ് ചെയ്യും. അപ്പം പിന്നെന്താ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്തുണ്ട് വിശേഷം? നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെന്താ വിശേഷങ്ങൾ പറയൂ. ഒരാൾ വന്ന് എനിക്ക് സജഷൻ തന്നായിരുന്നു, വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്താണ്, അത് കുറയ്ക്കണമെന്നാണ്. അത് എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ആക്കി പറഞ്ഞാണെന്ന് പറഞ്ഞാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒരു സജഷൻ ആണല്ലോ പറഞ്ഞത് എന്ന്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ സജഷൻസൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ അതിനകത്തൊന്നും ഒന്നുമില്ല, ശൂന്യം. പിന്നെ ഞാൻ നടന്നു പോകുന്ന വഴിയൊക്കെ കാണിക്കാവേ. നാളത്തെ വീഡിയോയിൽ ഞാൻ വരുന്ന വഴി കുറച്ച് ദുർഘടം പിടിച്ച വഴി കൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ ആ വഴിയൊക്കെ ഞാൻ കാണിക്കാം. ഇനിയിപ്പോൾ ഞാൻ അടുത്തില്ല, എത്താറായില്ല, കുറച്ചുകൂടെ ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അവിടെ ചെന്ന് അവരവിടെ വന്നോന്നൊന്നും എനിക്കറിയത്തില്ല. ചിലപ്പോൾ ലേറ്റ് ആവുമായിരിക്കും, ഞാനായിരിക്കും ഫസ്റ്റ് ചെല്ലുന്നത്. അവിടെ വന്നെന്നുണ്ടെങ്കിൽ അവരുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാവേ. ആ ചായക്കട ഇവിടെ നിന്നാണ് ഞങ്ങൾ വൈകുന്നേരം 4 മണിയാകുമ്പോൾ ചായ കുടിക്കുന്നത്. ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന നമ്മുടെ സലൂൺ. ഞാൻ ചമ്മി നാറിപ്പോയേക്കുകയാണ് ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തുറന്നിട്ടില്ല, അവരാരും വന്നിട്ടില്ല. അപ്പോൾ ഇനി അവർ വരുന്നോട് വരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും വിളിക്കുന്നില്ല, അവരെ വരുമ്പം കാണട്ടെ. അപ്പോൾ നമുക്കിവിടെ പോസ്റ്റായിട്ട് നിൽക്കാം. ദാണ്ട വരുന്നുണ്ട് കേട്ടോ. ആ ആളാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്ന ആള്. എന്നെ കണ്ടിട്ട് ചിരി. സർപ്രൈസ്. കണ്ടോ എന്നെ കണ്ടിട്ട്. അപ്പൊ ഇതാണ് എൻ്റെ ഫ്രണ്ട്. ഇപ്പോ നമ്മളുടെ സലൂണാണ് കേട്ടോ ഇത്. മൈ ലുക്ക് മേക്കപ്പ് സ്റ്റുഡിയോ. ഹായ്, ഞാൻ ഈ സാധനങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇതൊക്കെ ഞാൻ വരാതിരുന്നപ്പോൾ സംഭവിച്ച സാധനങ്ങളൊക്കെ കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് കളിക്കാനൊക്കെ ഉണ്ട്. ഇതെന്താ ബാർബിക്യൂ പോലെ ഉണ്ടല്ലോ. ഇതൊക്കെ എങ്ങനെ കളിക്കുന്നേ? ഇതെന്തോ ക്യാരമാണോ?
ഏത് ഇപ്പുറത്തോ? കണ്ടോ ഗായ്സ്, പുതിയ പുതിയ സാധനങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. നമ്മുടെ സലൂണിൽ വരണം കേട്ടോ. ഈ പത്തനംതിട്ടക്കാരൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സലൂണിൽ വരണം. യെസ്, റെജീനാസ് മൈ ലുക്ക് യൂണിസെക്സ് സലൂണാണ്. കണ്ടോ, സൂപ്പറാ. ഇത് ലേഡീസിന്റെ സെക്ഷനാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് കാര്യം. ഇതെന്തോടി സർട്ടിഫിക്കറ്റ്? ഇല്ലടി, സർട്ടിഫിക്കറ്റ് വന്നില്ലായിരുന്നു. അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ കുറച്ചു നേരം ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ക്ലീനിങ് ഇങ്ങനെ ഓട്ട് പോകും. പുള്ളിക്കാരി ഭയങ്കര അക്കൗണ്ട്സ്. പിന്നെ എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷങ്ങൾ? പിന്നെ മാത്തനെ കുറിച്ച് അന്വേഷിച്ചവർക്ക്, മാത്തൻ വീട്ടിലുണ്ട്, അമ്മ നോയിക്കോളും. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇനി പിന്നെ കാണാം. ഇവിടെ ലൈറ്റ് ഉണ്ട് കേട്ടോ, കാണിക്കാം. എങ്ങനെയുണ്ട്? ക്ലാവോ എക്കോ കേൾക്കാവോ? യെസ്. എന്താ ഇത് ഹെയർ വാഷ് സെക്ഷൻ. ഇത് നമ്മളുടെ ഫേഷ്യൽ റൂം. അടിപൊളി സർവീസ് ഒക്കെയാണ് കേട്ടോ. നിങ്ങൾ വരണേ. ഇത് നമ്മുടെ പ്രെയർ റൂം. ഇത് വേറൊരു ഫേഷ്യൽ റൂം. ഇത് ലേഡീസിൻ്റെയാണ് കേട്ടോ, അപ്പുറത്തെ ജെൻസിൻ്റെ. എന്നെയാണെന്നുണ്ടെങ്കിൽ വിശക്കുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് എന്നെ വിശക്കുന്നു. എന്താ വെച്ചാലേ, രാവിലെ 2 ചപ്പാത്തി 1 പാലപ്പവും കഴിച്ചു. എന്നാലും ഇപ്പം വിശക്കുന്നു. ഇനി എന്തെങ്കിലും കഴിക്കണം. നമ്മുടെ ചായക്കടയിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാം. അൻസു പാട്ടൊക്കെ ഇടാൻ കൊണ്ട് പോകുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ക്ലീനിങ് ഒക്കെ ചെയ്ത് യൂണിഫോം ഒക്കെ ഇട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ ബൈ. ഇത്ര ആൾക്കാരാണ് കേട്ടോ നമ്മളുടെ സ്റ്റാഫും ട്രെയിനിങ്ങിനുള്ള കുട്ടികളും ഓക്കെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ പ്രെയറാണ്. അപ്പോൾ നമുക്ക് പ്രെയറിലോട്ട് പോകാം. നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൽ ആഴമറിയാൻ. നാഥാ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൽ ആഴമറിയാൻ. നിഷ്ഫലമായ ജീവിതങ്ങളെല്ലാം നിസ്തുലമായി പൂവണിഞ്ഞിടാൻ. നിഷ്ഫലമായ ജീവിതത്തിൽ ദിവ്യമായി പെയ്തിറങ്ങി നിസ്തുലമായി പൂവണിഞ്ഞിടാൻ. ഇപ്പൊ ഡാർക്കായി പോയി, ഇപ്പൊ ബ്രൈറ്റ് ആയി പോയി. സെൽഫി എടുക്കാം, വീഡിയോ എടുക്കട്ടെ. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ, നമ്മളെല്ലാം ഇവർക്ക് എപ്പോഴും ചായ കുടിക്കണം, എന്തെങ്കിലും കഴിക്കണം, അതൊക്കെയാണ് ചിന്തകൾ. എന്ത് ചെയ്യണമെന്നത്? ജ്യൂസ് കുടിക്കണം, സൺഡേ ജ്യൂസ് കുടിക്കണം. ഇനി അത് കളിക്കാനെ കൊണ്ട് ആർക്കെങ്കിലും അറിയാൻ വേണം.
ഒരു ടിന്നൊക്കെ വാങ്ങിക്കണ കമന്ന് ഒത്തിരി അല്ല ഞാൻ ഭയങ്കരമായിട്ട് നോൺ വെജാ എനിക്ക് മീനില്ല. എടി ഇതിനകത്തൊന്നല്ല ഒന്നും എടുത്ത് അങ്ങോട്ടൊന്നും എത്തിക്കേ. വയറ് വേണ്ട ലഞ്ചിന് ശേഷമുള്ള മേക്കപ്പ്. ഇതോടെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ ഞാൻ നിർത്തുവാണ് കേട്ടോ. ഇനി നാളത്തെ വിശേഷങ്ങളായിട്ട് ഞാൻ നാളെ കാണിക്കാം. ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി വൈകിട്ട് വീട്ടിൽ പോകത്തേ ഉള്ളൂ.